ഇടക്കൊച്ചിയിലെ വേലിയേറ്റ് വെള്ളപ്പൊക്കം തടയുന്നതിനുള്ള നടപടികളുമായി നഗരസഭ. പ്രദേശത്ത് 9 സ്ലൂയിസുകൾ കൊച്ചി നഗരസഭ നിർമ്മിക്കുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് മെട്രോ 7 ന്യൂസിനോട്. കഴിഞ്ഞ ദിവസം മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ സ്ലൂയിസുകളുടെ എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചതായും അദ്ദേഹം. ഇടക്കൊച്ചിയിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയും സ്ലൂയിസും നിർമ്മിക്കുക എന്നത്. ഇടക്കൊച്ചി പള്ളുരുത്തി പ്രദേശങ്ങളിലെ വേലിയേറ്റ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള ജോലികൾ ഏകോപിപ്പിക്കുന്നതിന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രദേശത്ത് 9 സ്ലൂയിസുകൾ സ്ഥാപിക്കുമെന്നും അതിൽ അടിയന്തരമായി 2 സ്ലൂയിസുകൾ നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചതായും VS ശ്രീജിത്ത് മെട്രോ 7 ന്യൂസിനോട് പങ്കുവച്ചു. ബഹുമാന്യനായ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ ചേംബറിൽ കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ, ഇവിടുത്തെ കൗൺസിലേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു യോഗം കൂടുകയുണ്ടായി. ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം കൊച്ചി നഗരസഭയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന അടിയന്തരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി മേയർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ വന്നു ഇതിനാവശ്യമായ തീരുമാനങ്ങൾ എന്താണ് എടുക്കേണ്ടതെന്ന് നാട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടാണ് പിരിഞ്ഞത്. ഇവിടെ 4 തോടുകളാണുള്ളത്. ഈ 4 തോടുകളിലും അടിയന്തരമായി സ്ലൂയിസുകൾ നിർമ്മിക്കണം. 2 സ്ലൂയിസുകൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 2 പ്രധാന സ്ലൂയിസുകൾ നഗരസഭ അടിയന്തര സാഹചര്യത്തിൽ മേയറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പേയ്മെന്റ് പ്രയോറിറ്റി ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മേയറുടെ ചേംബറിൽ കൂടിയ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തിട്ടുണ്ടായി. ഇടക്കൊച്ചി 15-ാം വാർഡിൽ മൊത്തം 4 വലിയ സ്ലൂയിസുകളും 5 ചെറിയ സ്ലൂയിസുകളും നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ 2 സ്ലൂയിസുകൾ നിർമ്മിക്കേണ്ടത് ഇറിഗേഷൻ വകുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ വെള്ളപ്പൊക്കം തടയുന്നതിന് 250 മീറ്റർ നീളത്തിൽ കായലോരത്ത് സംരക്ഷണ ഭിത്തിയും സ്ഥാപിക്കാൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. VS ശ്രീജിത്ത് വാർഡ് കൗൺസിലർ ജീജ ടെൻസിനൊപ്പം പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോർപ്പറേഷന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു സ്ലൂയിസും കൂടി കോർപ്പറേഷന്റെ ഫണ്ട് വിനിയോഗിച്ചതിനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്ലൂയിസ് പറഞ്ഞാൽ പേയ്മെന്റ് പ്രയോറിറ്റിയിൽ നേരത്തെ വർക്കുണ്ട്, നിലവിലുള്ളതുണ്ട്, അത് കരാറെടുത്തിട്ടുള്ള. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അതിരൂക്ഷമായ ഒരു വെള്ളക്കയറ്റമായിരുന്നു 16-ാം ഡിവിഷനിലും 15-ാം ഡിവിഷനിലും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ദുരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഈ വർക്കുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ട നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഫിഷ് ഫാമിനടുത്തായി 9.5 ലക്ഷം രൂപ ചിലവിൽ സ്ലൂയിസ് നിർമ്മിക്കുന്നതിന് നേരത്തെ മുൻകൂർ അനുമതി നൽകിയിട്ടുള്ളതായി വാർഡ് കൗൺസിലർ പറഞ്ഞു. വേലിയേറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഇതിന് പണം പ്രശ്നമാകില്ല എന്ന് മേയർ ഉറപ്പ് നൽകിയിട്ടുള്ളതായി VS ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു. 40 വർഷമായി ഞാനിവിടെ വന്നിട്ട് ഈ 40 വർഷത്തിൽ എൻ്റെ പല്ലുള്ള സമയത്ത് ഞാനിവിടെ വന്നതാണ്. ഇപ്പം എൻ്റെ പല്ലെല്ലാം പോയിട്ടും ഇവിടെ കല്ലുകെട്ടി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം മോൻ കഷ്ടപ്പെട്ട് ഒരു പേരെ ലോൺ എടുത്ത് വെച്ചിട്ട് ആ പെര വരെ പൊളിയാൻ ഇപ്പം തുടങ്ങി. 2 വർഷം മെയ് വരുമ്പോഴേ 2 വർഷമാവുള്ളൂ പെര വെച്ചത്. അതാണ് ഞങ്ങളുടെ സ്ഥിതി. ഭിത്തിയൊക്കെ പൊളിയാൻ തുടങ്ങി. ഇപ്പം പഴയ പെരയിൽ വെള്ളവും കയറി പാമ്പും കയറിയിട്ട് ഞങ്ങളിപ്പോൾ ലോൺ എടുത്ത് വേറെ പെര വെച്ചത് ഇപ്പുറത്തേക്ക് നീക്കി. എന്നിട്ട് ഒരു നടപടിയൊന്നും ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വരും. ഇനി അത്രേ ഉള്ളൂ. കുഞ്ഞുമക്കൾക്കെങ്കിലും ചൊവ്വനിര കിടക്കാൻ പറ്റിയാൽ മതി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്